നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിച്ച എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾ, അപേക്ഷിച്ച് പെൻഷൻ ലഭിച്ച ആളുകൾ, ലഭിക്കാത്ത ആളുകൾ എന്നിവരെല്ലാവരും നിർബന്ധമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യണം. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും അറിയുന്ന ഒരു വെബ്സൈറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകളെല്ലാം ചെക്ക് ചെയ്യുന്ന അതേ സൈറ്റിൽ തന്നെയാണ് ഇക്കാര്യം വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വിവരങ്ങൾ തിരച്ചിൽ എന്ന ഈ സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫാൾട്ടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ നൽകുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 വിവരങ്ങൾ അവിടെ കൊടുക്കാൻ സാധിക്കും. ഏറ്റവും മുകളിൽ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി തിരച്ചിൽ വിവരങ്ങൾ എന്ന് കാണാം. ഒന്നുകിൽ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഐ ഡി ലഭിച്ച ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അത് അറിയുന്ന ആളാണെങ്കിൽ അത് നൽകുക. അതല്ലെങ്കിൽ ആധാർ നമ്പർ അറിയുന്ന ആളുകളാണെങ്കിൽ അത് ആധാർ നമ്പർ നൽകുക. ഇനി ഇവ രണ്ടും നൽകാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പർ, നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് നമുക്കൊരു ഫോണിലേക്കൊരു മെസ്സേജ് നമ്പർ വന്നിരുന്നു. അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ഒരു പേപ്പർ ലഭിച്ചിരുന്നു. അതിൽ നമ്മുടെ കെ-സ്മാർട്ട് അപേക്ഷാ ഫയൽ നമ്പർ ഉണ്ടാകും. ആ നമ്പർ ഏതാണ് നമ്മൾക്ക് കൈവശമുള്ളത്, ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ തിരയേണ്ട വിവരം എന്ന് കാണിക്കുന്ന അവിടെ കെ-സ്മാർട്ട് ഫയൽ നമ്പർ ആണെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ ആണെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ സുരക്ഷാ ID നമ്പർ ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഈ 4 അക്ക നമ്പറുകളുണ്ട്. ഈ നമ്പറും അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. എത്ര രൂപയാണ് പെൻഷൻ, അത് ഏത് മാസമാണ് നമുക്ക് ലഭിച്ചത്, അതുപോലെ തന്നെ ഈ പെൻഷൻ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, പെൻഷൻ സ്റ്റാറ്റസ് എന്താണ്, അതുപോലെ തന്നെ പെൻഷൻ ആക്റ്റീവ് ആണോ തുടങ്ങിയ മാസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ഇതിൽ പല ആളുകൾക്കും മിസ്റ്റേക്കുള്ള സംഭവമാണ് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്കറിയാം, പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളാണ് അവിടെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവിടെ മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ടെന്നും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ആരും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റ് പെൻഷൻ വാങ്ങുന്ന, വാർദ്ധക്യ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം ചെക്ക് ചെയ്യേണ്ടത്. അവർക്ക് മറ്റു സൈറ്റാണ്. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇതിന് ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച പെൻഷനുകളുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. ഏതെല്ലാം മാസത്തിലെ പെൻഷനാണ് ലഭിച്ചത്. ഫെബ്രുവരി മാർച്ച് മാസത്തിലെ പെൻഷൻ ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കേരള ഗ്രാമീണ ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്. അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന അക്കം, അതുപോലെ തന്നെ പണം എത്ര രൂപയാണ് ലഭിച്ചത്, അത് സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ടോ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വിവരങ്ങൾ ലഭ്യമല്ല, അതുപോലെ തന്നെ നമ്മുടെ ആധാർ ആക്റ്റീവ് അല്ല, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിലുള്ളത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളൊന്നും കൂടി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇതിൽ അപ്രൂവലായി കാണിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷനും തുടർന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഔദ്യോഗികമായി നാളെയോ മറ്റന്നാൾ ഇതിൻ്റെ അറിയിപ്പുണ്ടായിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ പണം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.